ഹായ് മക്കൾസ്, അറക്കലാണ്. NMMS വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സയന്റിസ്റ്റുകളുടെ പ്രത്യേകതകൾ പഠിക്കാം. കുറച്ച് ശാസ്ത്രജ്ഞന്മാരുടെ പ്രത്യേകതകൾ. ഏതൊക്കെയാണ് ശാസ്ത്രജ്ഞർ? ഒന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ബയോളജിയുടെ സ്വന്തം പിതാവ്, ഹു ഈസ് ദ ഫാദർ ഓഫ് ബയോളജി എന്ന് ചോദിച്ചാൽ നിങ്ങൾ അഭിമാനത്തോടു കൂടി പറയണം അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇയാളാണ് ആദ്യമായിട്ട് ക്ലാസിഫൈഡ് ലിവിംഗ് ബീങ്സ് ആസ് ദോസ് വിത്ത് റെഡ് ബ്ലഡ് സെൽ ആൻഡ് വിത്തൗട്ട് റെഡ് ബ്ലഡ് സെല്ല്, അതായത് ജീവികളെ ചുവന്ന രക്തം ഉള്ളവ എന്നും ചുവന്ന രക്തം ഇല്ലാത്തവ എന്നും ക്ലാസിഫൈ ചെയ്തവരാണ് അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, അതാണ് അരിസ്റ്റോട്ടിലിന്റെ പ്രത്യേകത. ഇനി അതേസമയം പ്ലാന്റ്സിനെ, സസ്യങ്ങളെ ആദ്യമായിട്ട് ട്രീസ്, ഹെർബ്സ്, ഷ്രബ്സ് എന്ന് വെച്ചാൽ എന്താ, അതായത് കുറ്റിച്ചെടികൾ, ഔഷധികൾ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തവരാണ് അത് തിയോഫ്രാസ്റ്റസ് ആണ്. സസ്യങ്ങൾ ആദ്യമായിട്ട് കുറ്റിച്ചെടികൾ, ഔഷധികൾ, മരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തവരാണ് തിയോഫ്രാസ്റ്റസ് ആണ്. അതുകൊണ്ട് ഇയാളെ ഫാദർ ഓഫ് ബോട്ടണി, സസ്യശാസ്ത്രത്തിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നു. അതും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ നെക്സ്റ്റ് വൺ, ക്ലാസിഫൈഡ് ലിവിംഗ് ഓർഗാനിസം ഇൻ ടു 3 കിങ്ഡം, 3 കിങ്ഡമായിട്ട് ജീവികളെ വർഗീകരിച്ചതാരാണ്? ഏണസ്റ്റ് ഹക്കൽ ആണ്, അല്ലെങ്കിൽ ഹെക്കൽ എന്നും വായിക്കാം. ഏണസ്റ്റ് ഹെക്കൽ, ഇയാളാണ് ആദ്യമായിട്ട് ജീവികളെ കിങ്ഡം അനിമേലിയ, പ്ലാന്റ് ആൻഡ് പ്രോട്ടിസ്റ്റ എന്നിങ്ങനെ 3 കിങ്ഡമായിട്ട് ക്ലാസിഫൈ ചെയ്തത്. 2 കിങ്ഡമായിട്ട് ക്ലാസിഫൈ ചെയ്ത ആരായിരുന്നു? കാർലിനേസ് ആയിരുന്നു. പക്ഷെ 3 കിങ്ഡമായിട്ട് ക്ലാസിഫൈ ചെയ്തവരാണ് ഏണസ്റ്റ് ഹക്കലാണ്. 5 കിങ്ഡം ആരായിരുന്നു? അത് വിറ്റാക്കർ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിന്റെ മുത്തുമണികൾ, ഹു ഈസ് ദ ഫാദർ ഓഫ് ടാക്സോണമി, ആരാണ് വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. സോ സീ യു സൂൺ. നിങ്ങളുടെ സ്വന്തം അറക്കൽ. ഗുഡ് ബൈ.